Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Neela Catters. Sponsored by Red Chillies Catering. Co-powered by St. Mary's Group of Institutions. Co-presents വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ റാഫേൽ സിൽവർ വിങ്സ്. സ്വയം വേദനിച്ചാലും മറ്റാരെയും വേദനിപ്പിക്കാതിരിക്കാൻ ചില മൗനങ്ങൾ പലപ്പോഴും നല്ലതാണ്. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹായ്, നമസ്കാരം. ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന കോഴ്സാണ് യുനെസ്കോ ചെയർ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ഗ്ലോബൽ ബയോഎത്തിക്സ് എന്ന മാസ്റ്റർ ഡിഗ്രി. ഈ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് യുനെസ്കോയുടെ തന്നെ ഒഫീഷ്യൽ പ്രൊമോട്ടറായിട്ടുള്ള സന്തോഷ് ഭാസ്കർ സാറാണ്. സന്തോഷ് ഭാസ്കർ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. I am Santosh Bhaskaran, UNESCO Chair, Official Promoter, Global Bioethics in India. യുണൈറ്റഡ് നേഷൻ 2005 ഒക്ടോബർ 19 യുനെസ്കോയുടെ 33ാമത് ജനറൽ കോൺഫറൻസിൽ അഡോപ്റ്റ് ചെയ്താണ് ഗ്ലോബൽ ബയോ എത്തിക്സ് എന്ന കോഴ്സ് ലോകത്തെ വികസിത രാജ്യങ്ങളിലെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത്. സാർ, എന്താണ് എത്തിക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ യുനെസ്കോയുടെ എത്തിക്സ് എന്ന് പറയുമ്പോൾ മെഡിസിൻ, ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസ്, മെഡിക്കൽ രംഗത്തെയും ആരോഗ്യത്തെയും ജീവിതത്തിൻ്റെ ശാസ്ത്രത്തെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ളതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എന്താണ് യുനെസ്കോയുടെ ബയോ എത്തിക്സ് എന്ന് പറയുന്നത്? ബയോ എത്തിക്സ് എന്ന് പറയുമ്പോൾ ലോ, ഇൻ്റർനാഷണൽ ലോയുടെ ഒരു പേപ്പറാണ് ബയോ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോയും കൾച്ചറും റിലിജിയനും അതിൻ്റെ മൂന്നും ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്ന എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെടുത്തുന്നതാണ് ബയോ എത്തിക്സ് എന്ന് പറയുന്നത്. ഈ മൂന്ന് മേഖലകളെയും, നിയമത്തെയും സംസ്കാരത്തെയും മതങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത നീതിശാസ്ത്രമാണ് ബയോ എത്തിക്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് സാർ യുനെസ്കോ ഗ്ലോബൽ ബയോ എത്തിക്സ് എന്നൊരു കോഴ്സ് കൊണ്ടുവന്നത്? യുനെസ്കോ ചെയർ ഗ്ലോബൽ ബയോ എത്തിക്സ് എന്ന ആ കോഴ്സ് അഡോപ്റ്റ് ചെയ്തപ്പോൾ, ആ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ, ഈ കോഴ്സ് ആരംഭിക്കുന്നതിന് വേണ്ടി എല്ലാ രാജ്യങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയെ തിരഞ്ഞെടുക്കുവാനും അതിലേക്ക് 2 കോർഡിനേഷൻ ഗ്രൂപ്പുകളെ തിരഞ്ഞെടുക്കുവാനും തീരുമാനിച്ചു. ലോകത്തെ എല്ലാ രാജ്യത്തെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന 2 സെക്ഷനെയാണ് ഇതിൻ്റെ കോഴ്സ് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്. ഈ കോഴ്സ് രൂപപ്പെടുത്തിയാണ് ഇന്നത്തെ ലോകത്തെ വികസിത രാജ്യങ്ങളിൽ എല്ലാം ഈ കോഴ്സ് പാസ്സായവരാണ് എല്ലാ പദവികളുടെയും ഉന്നത തലങ്ങളിലിരിക്കുന്നത്. സാർ, എന്താണ് ഈ ഗ്ലോബൽ ബയോ എത്തിക്സ് എന്ന കോഴ്സുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താണ് നമ്മൾ പഠിക്കുന്നത്? സ്റ്റുഡൻസ് ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് എത്തിക്കൽ ഇഷ്യൂസിൻ്റെ റീസണാണ്. എങ്ങനെ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു, അതിൻ്റെ റീസൺ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. അതിനെ തിരിച്ചറിയുകയും വേർതിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പഠനത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗ്ലോബൽ ബയോ എത്തിക്സ് പഠിച്ചതുകൊണ്ട് നമുക്കത് എങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും? റേഷണൽ ജസ്റ്റിഫിക്കേഷൻ ഫോർ എത്തിക്കൽ ഡിസിഷൻസ്. ലോകത്ത് ഐക്യവും സമാധാനവും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് യുനെസ്കോ രൂപം കൊണ്ടത്. ഗ്ലോബൽ ബയോ എത്തിക്സ് എന്ന കോഴ്സ് ലോകത്ത് മുഴുവൻ നടപ്പിലാക്കുന്നതിലും അതിലൂടെ അത് പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികളിലും രൂപപ്പെടേണ്ട ഒരു നീതിശാസ്ത്ര ബോധം, അതിൻ്റെ ആവശ്യകത, ലോകത്തെ ഏത് സർവ്വചരാചരങ്ങളിലും ഒരു നീതിശാസ്ത്രം രൂപപ്പെടണം. ഏതൊരു രംഗത്തും അതിൻ്റെ ഉന്നത പദവിയിലെത്തുമ്പോൾ ആ രംഗത്തെ നീതിശാസ്ത്രപരമായ ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലായിരിക്കും ആ പ്രൊഫഷണൽ ആയി മാറുന്നതിൻ്റെ ഒരു സ്ട്രെങ്തും ഒക്കെ അവിടെ പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. ഗ്ലോബൽ ബയോ എത്തിക്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരും എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. നന്ദി, നമസ്കാരം. വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ വാഗ്ദാനങ്ങളുമായി ഒരുപാട് പേര് വരും. ബട്ട് ഈ കാര്യത്തിന് ഒരൊറ്റ സൊല്യൂഷൻ മാത്രം, റാഫേൽ സിൽവർ വിങ്സ്. ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ
ഒരു രജിസ്റ്റേർഡ് നേഴ്സായി മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ യാത്രയിലെ ഓരോ ഘട്ടത്തിലും OET മുതൽ CGFNS, IQN, OSCE, വിസ പ്രോസസ്സിംഗ് തുടങ്ങി അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി മൈൻഡ്രിയുടെ വളരെ ഡെഡിക്കേറ്റഡും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് നമുക്കുള്ളത്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രൊമെട്രിക് എക്സാംസും ഡേറ്റ ഫ്ലോയും USA, കാനഡയ്ക്ക് വേണ്ടിയുള്ള NCLEX RN എക്സാംസും അതിൻ്റെ പേപ്പർ വർക്ക്സും UK CBT പ്രോഗ്രാംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതുവരെ 4000-ലധികം നഴ്സുമാരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ മൈൻഡ്രിയുടെ വിശ്വസ്തതയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിറവേറ്റാനായി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. കൂടുതൽ ഇൻഫർമേഷനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് തൃശ്ശൂർ ഗുരുവായൂരിലുള്ള പഞ്ചാരമുക്കിലെ ചിക്സിറ്റോയിലാണ്. ആൻഡ് ചിക്സിറ്റോ എന്ന് പറയുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയാസിലൂടെ ഒത്തിരി കണ്ടിട്ടുള്ള പേരാണിതെന്ന്. സോ തീർച്ചയായിട്ടും രണ്ട് പേര്, അതായത് കപ്പിൾസ് ആണ് കേട്ടോ. അവരവരുടെ പ്രൊഫഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡ് ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ആൻഡ് അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ഷോർട്ട് ടേമിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡായിട്ട് മാറി. സോ യെസ്, അപ്പോൾ ചിക്സിറ്റോ ഫ്രൈഡ് ചിക്കൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. സോ യെസ്, കം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂരിലെ തന്നെ ഫ്രൈഡ് ചിക്കനിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ചിക്സിറ്റോ ഫ്രൈഡ് ചിക്കൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള റവ് സാറും അതുപോലെ തന്നെ നുസ്രി മാമിനെയുമാണ്. ആൻഡ് ദെയർ ബണ്ടിൽ ഓഫ് ജോയ് യാരെയും. സോ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഒത്തിരി ഫേമസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നമ്മളുടെ അഭിഷാദ് ഗുരുവായൂർ സാറിൻ്റെ പേജിൽ നിന്നും. തീർച്ചയായിട്ടും അവിടേക്ക് ഒരു ഹോം ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആ ഒരു ആളെത്തുന്നു, പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ ഒരു ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ ഒരുപാട് ഫേമസ് ആവുന്നു. ഇന്ന് അങ്ങനെ നമ്മളുടെ തൃശ്ശൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 8 monthsനുള്ളിലാണ് ഈ ഒരു ഗ്രോത്ത് വന്നിട്ടുള്ളത്. സോ ആ ഒരു ജേർണി എങ്ങനെയാണ് ഈ ഒരു തോട്ട് വന്നത്? അതെ, നമ്മളെ ഞാൻ തന്നെയാണ് ഫസ്റ്റ് 4 മാസം നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ അഭിഷാദ് ഗുരുവായൂരിന് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. ഞാൻ ഡെലിവറി ചെയ്ത് വരുമ്പോൾ ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ ഭയങ്കര ക്രൗഡ്. എനിക്കറിയില്ല ഈ അഭിഷാദ് ഗുരുവായൂരാണെന്ന് എനിക്കറിയില്ല. ഒരു സെലിബ്രിറ്റി എന്നറിയാം എനിക്ക്. ഞാൻ തന്നെ പോയി ഉള്ളിൽ മീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇയാളാണ് അഭിഷാദ് ഗുരുവായൂർ. ഞാൻ തന്നെ എൻ്റെ മാറ്റർ കംപ്ലീറ്റ് പറഞ്ഞു. ഞാനൊരു എൻജിനീയറാണ്, വൈഫ് ഉണ്ടാക്കി തന്നിട്ട് ഭർത്താവ് കൊണ്ടു കൊടുക്കാന്നുള്ളൊരു കൺസെപ്റ്റിലായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ നാട്ടിലൊരു പ്രൊഡക്റ്റ് അല്ലേ, നല്ല പ്രൊഡക്റ്റാണ്, നിങ്ങൾക്കൊന്ന് 4 ആൾക്കാരെ അറിയിച്ച് തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞൊരു മറുപടി, നീ എന്നെ മുന്നറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയില്ല, നിങ്ങളെ മോട്ടിവേഷൻ കണ്ടിട്ടാണ് ഈ നിലയ്ക്ക് ഞാൻ ആയത്. അത്ര ഞാൻ മാത്രം പറഞ്ഞ് ഞങ്ങളങ്ങ് ഡയറക്റ്റ് സ്പീച്ചൊക്കെ നടത്തി പോയി. 155 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അഭിഷാദ് ഗുരുവായൂർ സാറ് എന്നെ വിളിക്കുന്നത്. 155 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറയണം, നിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ആളുടെ വീട്ടിൽ പോയിട്ട് ആളുടെ ഉമ്മയുടെ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് കൊടുത്തു. അവർ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്. ആ പ്രൊഡക്റ്റ് കഴിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ആളുടെ പേജിൽ ഒരു ഫുഡിൻ്റെ ഒരു വ്ളോഗും ഒരു ഫുഡിൻ്റെ ഒരു ഇതായിട്ട് എൻ്റെ
അന്ന് നമ്മൾ അറിയപ്പെട്ടിരുന്ന ചിക്ലേഷ്യസ് എന്നായിരുന്നു. അന്ന് അത് ആ ഒരു വീഡിയോ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരിൽ എത്തിപ്പെട്ടു ആ വീഡിയോ. താങ്ക് യു അഭിഷേക് സാർ. ഓക്കെ, സോ അപ്പം ഈ ഒരു 8 മാസം മാത്രമായിരുന്നോ നമ്മളുടെ ഈ ഒരു ചിക്സിറ്റോ അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പീസൊക്കെ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടുപിടിച്ച് വെച്ചിരുന്നതാണോ, അതോ പെട്ടെന്നൊരു ദിവസം തോന്നി, അല്ലെങ്കിൽ ഈ ഒരു ഒരു ദിവസം ഇതുണ്ടാക്കിയപ്പോൾ കൊള്ളാം എന്നാൽ ഇത് എല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കാം, അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നോ? ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ്? ആ ഒരു മാസ്റ്റർ ബ്രെയിൻ ആരുടെ ആയിരുന്നു? ആക്ച്വലി ഇത് നമ്മൾ ആളുടെ വൈഫിൻ്റെ റെസിപ്പിയാണ്. വൈഫിൻ്റെ റെസിപ്പി ആള് 4 വർഷമായിട്ട് ഇയാളുടെ കയ്യിൽ റെസിപ്പി ഉണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ 100% ആയിട്ടില്ല. 70, 65, 75. നമുക്ക് ഒരു മാർക്കറ്റിലേക്ക് ഇറക്കണമെങ്കിൽ 100% ആവണം അല്ലേ? അത് ആവാൻ പല അഡ്വൈസും പല ആൾക്കാരെയും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ ആഡ് ഓൺ ചെയ്യണം, കുറക്കണം, കൂട്ടണം, അതൊക്കെ എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും? ഞാനൊരു എഞ്ചിനീയറാണ്, ഇത് എങ്ങനെ മാർക്കറ്റിൽ ഇറക്കും? അതൊരുപാട് ചോദ്യങ്ങളായി. ഞാനൊരു എഞ്ചിനീയറാണ്, ഓയിൽ ആൻഡ് ഗ്യാസിൽ 13 വർഷം റിഗില് മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ഒരാള് ഈ ഒരു ഡെലിവറി ബോയ് ആയിട്ട് എങ്ങനെ പണിയെടുക്കും? അറിയാലോ, ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിത് ഒരുപാട് ചോദിച്ചിന്നായി മാറി. ഇതെങ്ങനെ ഇത് മാർക്കറ്റിൽ ഇറക്കും? ഒരു ലേബറിനെ വെച്ചിട്ട് നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല ഇല്ല. അപ്പോൾ ഞാൻ തന്നെ അവളോട് ഞാൻ ചോദിച്ചു, എൻ്റെ വൈഫിനോട് ഞാൻ ചോദിച്ചു, നീ ഉണ്ടാക്കി തരുമോ ഞാൻ കൊണ്ടു കൊടുക്കാം. അപ്പോൾ അവൾ തന്നെ എക്സൈറ്റ്മെന്റ് ആയി. സോ ചിക്സിറ്റോടെ മാസ്റ്റർ ഷെഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് നസ്രിൻ മാമിനെ പറയാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത്? അതായത് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെയൊക്കെ ഒരു ഫ്ലേവറിലൊക്കെ ആക്കിയാൽ ബാക്കിയുള്ളതിനെക്കാട്ടിൽ എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലായത്? ഓൾറെഡി ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു റെസിപ്പി എനിക്ക് എല്ലായിടത്തും ചെന്നെത്തിക്കണം, അല്ലെങ്കിൽ ബൈ ചാൻസ് ഇത് കൊള്ളാം, അങ്ങനെ എങ്ങനെയായിരുന്നു ഇതിലേക്കൊരു ജേർണി ഇതിലേക്ക് എങ്ങനെയായിരുന്നു വന്നത്? ഞാൻ ഫസ്റ്റ് ഇത് ഉണ്ടാക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മോൾക്ക് ബ്രോസ്റ്റഡിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അവൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. പിന്നെ അത് എല്ലാവരും കഴിച്ച് നോക്കുമ്പോൾ നല്ലതാന്നുള്ള ആ ഒരു ഇത് പറയാറുണ്ട്. അങ്ങനെ പക്ഷേ ഇങ്ങനൊരു ബിസിനസ് ആ ഒരു ഇതിലേക്ക് എത്തുമെന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടില്ല. അതെങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്നുള്ള ആ ഒരു ഇതിൽ കുറേ എൻ്റേതായിട്ടുള്ള കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കുറച്ചൊരു 4 വർഷം എടുത്തു ഈ ഒരു റെസിപ്പിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. സോ തീർച്ചയായിട്ടും ഒരാളിൽ നിന്ന് തുടങ്ങിയ നമ്മളുടെ ചിക്സിറ്റോ ഇപ്പോൾ ഇനി എത്ര സ്റ്റാഫ്സ് ആണുള്ളത്, അതുപോലെ തന്നെ പുതിയ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? ആൻഡ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്വിഗ്ഗിയിലും അതുപോലെ തന്നെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്സിലൊക്കെ തന്നെ ഫേമസ് ആണ്. സോ യെസ്, അപ്പം ഫ്യൂച്ചർ പ്ലാൻസ് കൂടി ഒന്ന് പറയാമോ? ആക്ച്വലി ഫ്രം ദ ബിഗിനിങ് ഞാൻ തന്നെ ആയിരുന്നു ഡെലിവറി ബോയ്. ഫസ്റ്റത്തെ ഒരു 3 മാസം ഞാൻ തന്നെ ഡെലിവറി ബോയ് ആയിട്ട് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അഭിഷേക് സാറിൻ്റെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം നമ്മൾ 4 പേരെ വെച്ചു. 4 ഡെലിവറി ബോയ് ഉണ്ടായിരുന്നു. എന്നിട്ടും നമുക്കൊരു മേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് നമ്മൾ ചിന്തിച്ചത് നമുക്കൊരു ഔട്ട്ലെറ്റിനുള്ള സമയമായി. അപ്പോഴായിരുന്നു ഔട്ട്ലെറ്റിലോട്ട് വന്നത്. ഇപ്പം നമുക്കൊരു 6 സ്റ്റാഫുണ്ട്. നമ്മൾ ഔട്ട്ലെറ്റ് ഇപ്പോൾ ഉള്ളത് ഗുരുവായൂർ പഞ്ചാരമുക്കിലാണ്. നമ്മൾ വെബ്സൈറ്റിൽ കൂടെ ഓർഡർ ചെയ്യുക, അതിലൂടെയാണ് മാക്സിമം ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇനി നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാത്തിലും ഉണ്ട്. മാക്സിമം നമ്മളെ ക്രൗഡ് കാരണം നമുക്ക് മാക്സിമം ടൈം ഓഫായിരിക്കും. നമ്മളെ സ്ഥലപരിമിതി കാരണം നമ്മൾ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഔട്ട്ലെറ്റ്സ് വരുന്നത് വലിയ കപ്പാസിറ്റിയിലൂടെയാണ് വരുന്നത്. 2-3 ഔട്ട്ലെറ്റ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വരും. സോ യാരൊക്കെ എങ്ങനെയാണ് ഉമ്മയുടെ ആ ഒരു ചിക്കൻ റെസിപ്പിക്ക് ഇഷ്ടമാണോ? നമ്മളെ ചിക്സിറ്റോ യാരൊക്കെ വേണ്ടി തുടങ്ങിയതാണെന്ന് പറഞ്ഞത് ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണോ? ഞാൻ കേട്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആഴ്ചയിലൊക്കെ ആക്കിച്ചതാണ് ഇപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ചിക്കൻ കഴിക്കാൻ വരുന്നത്. കറക്റ്റാണോ? ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് എവരിവൺ. തീർച്ചയായിട്ടും ചിക്സിറ്റോ നമ്മളുടെ ബാക്കി എല്ലാ ബ്രാൻഡ്സിനെയും കടത്തി വെട്ടി ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഒരുപാട് ഔട്ട്ലെറ്റ്സ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഭാര്യ ഉണ്ടാക്കുന്നു ആൻഡ് ഭർത്താവ് ഡെലിവറി ചെയ്യുന്നു. ഈ ഒരു കോൺസെപ്റ്റിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ചിക്സിറ്റോയുടെ ഫ്രൈഡ് ചിക്കൻ. സോ തീർച്ചയായിട്ടും ഈ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. ആൻഡ് അടുത്തറിയാമെൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു സെഗ്മെൻറ്റും ഒക്കെ ആയിട്ട് കാണാം. ദിസ് ഇസ് ദേവിക. ബൈ.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണ എന്ന് പറയുമ്പോൾ യൂത്ത് അങ്ങനെ ട്രെൻഡി ഓർണമെൻറ്റ്സിൻ്റെ പുറകെയൊക്കെയാണ് പോകാറുള്ളതെങ്കിലും നമ്മൾക്ക് ഫങ്ഷൻസൊക്കെ വരുമ്പോൾ അല്പം കോൺഫിഡൻസോടുകൂടി ഇത് റിയൽ ഗോൾഡ് ആണ്, അല്ലെ ആ ഒരു റിയൽ ഗോൾഡ് ലുക്കിൻ്റെ കോൺഫിഡൻസ് തരുന്ന ഓർണമെൻറ്റ്സ് അതിന് വേണ്ടിയിട്ട് പറക്കാട്ട് ജുവൽസിൽ വരാറുണ്ട്. അപ്പോൾ അത് അവർക്ക് പറ്റിയ ആ ടേസ്റ്റിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് സിമ്പിളായിട്ടുള്ള സ്റ്റോൺ വർക്ക് ചെയ്തിട്ട് വളരെ ഡെലിക്കേറ്റായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് കുട്ടികൾക്ക് ഇടാവുന്ന ഏറ്റവും നൈസായിട്ടുള്ള ഒരു ചെയിനിൽ വന്നിട്ട് ചെയ്യുന്നൊരു സിമ്പിൾ നെക്ലേസ്. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് പറക്കാട്ടിൻ്റെ എല്ലാ ഷോപ്പുകളിലും ഉണ്ട്. ഇവിടെ നമ്മളുടെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിൽ ഒട്ടേറെ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഈ വീഡിയോയിൽ കുറച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. ഇതും അതേപോലെ തന്നെ പഴയ നമ്മളുടെ ഒരു കട്ടിങ് ബോളൊക്കെ ഇട്ടിട്ട് ചെറിയ സ്റ്റോൺ വർക്കും ഹാങ്ങിങ്സും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള നെക്ലേസ്. അപ്പോൾ സ്കൂൾ ഗോയിങ് കുട്ടികൾക്കും എല്ലാവർക്കും പറ്റിയ രീതിയിൽ ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെറിയൊരു മാറ്റ് ഫിനിഷും കട്ടിങ്ങും ഒക്കെ ഉള്ളൊരു പെൻഡൻറ്റും ചെറിയ പേൾ എല്ലാം ഹാങ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള ചെയിനിൽ വന്നിരിക്കുന്ന ഒരു നെക്ലേസ്. പിന്നെ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, ഗോൾഡ് താല്പര്യമില്ലെങ്കിൽ ഇതാ നമ്മൾക്ക് സിമ്പിളായിട്ട് റിയൽ പേളിൽ വരുന്ന റിയൽ ഫ്രഷ് വാട്ടർ പേളിൽ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മാലയാണ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇനി ചെറിയ മുത്തിലോ അനി ഇതിൽ ഗോൾഡൻ ബോൾസ് എല്ലാം കയറ്റിയിട്ടോ അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണേലും 2 ലെയറായിട്ടും ചോക്കർ ടൈപ്പിലും അങ്ങനെ ഏത് ഡിസൈനിൽ വേണേലും ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ ഡബിൾ ലെയറിൽ ബോക്സ് ചെയിനിൽ സിമ്പിൾ ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പെൻഡൻറ്റ് സഹിതം വരുന്ന ഡബിൾ ലെയർ വിത്ത് പേൾ. ഇപ്പോൾ പേളിന് പകരം നമുക്ക് പേൾ കോറൽ അല്ലെ മിക്സ്ഡ് ജേഡ് അല്ലെ ഏത് സ്റ്റോൺസ് വേണേലും ഏത് കളർ, ഇനി ബ്ലാക്ക് മുത്തോ നിങ്ങളുടെ കോസ്റ്റ്യൂമിനനുസരിച്ച് ഏത് ഒരു ബോൾസ് അല്ലെങ്കിൽ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, നമ്മൾക്ക് വേണമെങ്കിൽ വാലൻറ്റൈൻസ് ഡേയിലെല്ലാം നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഇതേപോലെ നല്ല ഹാർട്ട് ഷേപ്പൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഒരു ഇതേപോലെ നെയിം എഴുതിയിട്ട് ഒക്കെ നമുക്ക് യൂത്തിന് ഇടാവുന്ന രീതിയിലുള്ള നല്ല പെൻഡൻറ്റോട് കൂടിയിട്ട് ഉള്ള സിമ്പിൾ ചെയിനിൽ വരുന്ന ഒരു നെക്ലേസാണ്. ഇനി ഇതുപോലെ ഇതിപ്പോൾ ഒരു ജെൻ നെയിമാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ലേഡീസിൻ്റെ വേണമെങ്കിൽ ദിയ എന്ന് എഴുതിയിട്ടൊരു പെൻഡൻ്റ് ഉണ്ട്. ഇതുപോലെ ഏത് വലിപ്പത്തിലും ഏത് മോഡലിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതുണ്ടോ, സിമ്പിളായിട്ടുള്ള ഹാർട്ട് പെൻഡൻ്റൊക്കെ വെച്ചിട്ട് കട്ടിങ് ബോളൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ടുള്ള ഒരു നെക്ലേസ് വരുന്നു. ഇനി ഇത് കണ്ടോ, മാറ്റ് ഫിനിഷും കട്ടിങ്ങും ഒക്കെ അടിച്ചിട്ട് ഫ്ലോറൽ പാറ്റേണിലുള്ള പെൻഡൻ്റൊക്കെ ആയിട്ട് സിമ്പിൾ പെൻഡൻറ്റ് വിത്ത് ബോൾ ചെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഇത് കണ്ടോ, ഇപ്പം കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള പെൻഡൻറ്റ്, ഇനി അല്ലെങ്കിൽ വേറെ അതിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി പെൻഡൻസിൽ വരുന്ന രീതിയിൽ കണ്ടോ, ഒരുപാട് മാറ്റ് ഫിനിഷും കട്ടിങ്ങും ഒക്കെ അടിച്ച്. ഇനി സ്റ്റോൺ പെൻഡൻസ് വേണമെങ്കിലും നമ്മൾക്ക് ഏത് ടൈപ്പ് ഓഫ് പെൻഡൻസും ഉണ്ട് കേട്ടോ. ഇനി ഇത് ശരിക്കും ബോൾ തന്നെ വെച്ചിട്ട് പ്ലെയിൻ ബോൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊരു കസ്റ്റമറുടെ ഐഡിയയിൽ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത ഒരു നെക്ലേസ് പാറ്റേൺ ആണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ ഷോറൂംസിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ പേൾ മാത്രം വെച്ചിട്ടും നമ്മൾ സ്ട്രിങ് ചെയ്തിട്ടും പേളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ കട്ടിംഗ് ബോൾ വെച്ച് ചെയ്തിട്ടുണ്ട്, പ്ലെയിൻ ബോളിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇനി യൂത്തിനൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻസ് നെറ്റിൽ നിന്നോ ഓൺലൈനോ എവിടെ നിന്ന് വേണേലും സെലക്ട് ചെയ്തിട്ട് ആ മോഡൽസ് തന്നിട്ടുണ്ടെങ്കിൽ പറക്കാട്ട് ജുവൽസ് എന്ത് മോഡൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി പറക്കാട്ട് ജുവൽസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതുണ്ട്. പറക്കാട്ട് ജുവൽസിൻ്റെ ഷോറൂമിൽ നേരിട്ട് വന്നും പർച്ചേസ് ചെയ്യാം.
കൂടാതെ സോഷ്യൽ മീഡിയ അപ്ഡേഷൻസിനായി പറക്കാട് ജുവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ ബൈ. ഐക്കോണിക് ഇൻവെസ്റ്റിംഗ്. ഉയർന്ന വിജയശതമാനവും ഉന്നത നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളും ഒരുക്കി കൊല്ലം ജില്ലാ അതിർത്തിയായ ചെങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിവിധ കോഴ്സുകളിലായി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ട്രെയിനിംഗ്, സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യങ്ങളോടെ BSc, BBA കോഴ്സുകളിൽ അഡ്മിഷൻ നേടാം. ഏറെ ജോലി സാധ്യതയുള്ള BSc ഫോറൻസിക് സയൻസ്, BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, BSc കാർഡിയാക് ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BSc Radiography and Imaging Technology, BSc Operation Theatre and Anesthesia Technology, BSc Optometry, BSc Medical Lab Technology, BSc Nursing അഡ്മിഷൻ നേടാം. ഉടൻ വിളിക്കൂ. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചെങ്കോട്ട, തമിഴ്നാടു. ഫോൺ 04633 233 222. മറ്റ് റിക്രൂട്ടിംഗ് ഏജൻസികളെ പോലെ വെറും സ്റ്റഡി അബ്രോഡ് മാത്രമല്ല, മറിച്ച് നിങ്ങൾക്ക് അവിടെ ആവശ്യമായ ജോബ് റിക്രൂട്ടിംഗും ലീഗൽ സപ്പോർട്ടിംഗും സിൽവർ വിങ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. സോ ഫ്ലൈ വിത്ത് റാഫേൽ സിൽവർ വിങ്സ് ആൻഡ് ഫുൾഫിൽ യുവർ ഡ്രീംസ്. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. പേര് പോലെ തന്നെ ഇവിടെ എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി ലാൻഡ് റൈഡ്സും വാട്ടർ റൈഡ്സും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും പെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ എല്ലാവരും വാരി ചുരുട്ടിങ്ങി വന്നാൽ മതി. ബാക്കിയെല്ലാം ഇവിടെ നമ്മൾ നോക്കിക്കോളാം. ഓക്കെ. എന്താ പേര്? അർച്ചന. അഖിൽ. ഫാമിലി? ഓക്കെ. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ കൊല്ലം, ശാസ്താംനട. കൊല്ലം. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. കൊല്ലത്ത് തന്നെ അല്ലേ? ഓക്കെ. ഞാൻ KCB കൊല്ലത്ത് തന്നെ, ശാസ്താംകോട്ട തന്നെ. ഓക്കെ. ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട്? അടിപൊളി. ഇപ്പൊ നമ്മള് തുടങ്ങിയതേ ഉള്ളൂ. ഏതിലേക്കാ പോയത്? നമ്മള് മറ്റേ ഡാഷിംഗ് കാറിലും ബുള്ളിലും. ബുള്ളിന്ന് താഴെ വീണോ? ഇല്ല, ഞാൻ കേറിയില്ല, ചേട്ടന്റെ കേറിയുള്ളൂ. വീണോ? അത് വീഴുമെന്ന് വിചാരിച്ചായിരുന്നോ? വിചാരിച്ചു. വീണു അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ഏതൊക്കെ റൈഡിലാണ് ഇനി പോവാൻ ഉദ്ദേശിക്കുന്നത്? മാക്സിമം എല്ലാം കേറി വാട്ടർ പാർക്കൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട്. ആണോ? അതെന്ത് പറ്റി? ഞങ്ങള് ഇവൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു നാഗർകോവിലേക്ക് പോകാന്ന് വെച്ചു. പിന്നെ ഇവിടോട്ട് വരാന്ന് വിചാരിച്ചു. എന്തായാലും നല്ല തീരുമാനം. ഇവർ ഹാപ്പി ലാൻഡിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് എന്തായാലും റെഡി ആയിട്ട് തന്നെ ആണ് കാര്യങ്ങൾ അല്ലേ? അടിച്ച് പൊളിക്കാനായിട്ട് അല്ലേ? വേറെ ഇതുപോലുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളും റിലാക്സേഷൻ ഇങ്ങനെയൊക്കെ പോകാറുണ്ടോ? ഒത്തിരി ഞങ്ങൾ കോളേജിൽ നിന്ന് പോയിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് ഫസ്റ്റ് ടൈം ഇതാദ്യം. ഹായ്, എന്താ പേര്? സുഹൈൽ. രണ്ടുപേരേ ഉള്ളോ? നിങ്ങൾ എവിടുന്നാ വരുന്നത്? ആറ്റിങ്ങൽ. ഫ്രണ്ട്സ് ആണോ അതോ ബ്രദേഴ്സ് ആണോ? ഫ്രണ്ട്സ് ആണ്. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. എന്താ ചെയ്യുന്നത്? ക്ലാസ്മേറ്റ്സ് ആണ്? അല്ല, വേറെ വേറെ ക്ലാസ്സില്ല, വീടിന്റെ അടുത്ത് അല്ലേ? അപ്പൊ പിന്നെ എന്താ രണ്ടുപേര് മാത്രം വരാനുള്ള ഉദ്ദേശം? പ്ലാൻ ഇട്ടത് 5-6 പേരായിരുന്നു. ലാസ്റ്റ് ആയപ്പോ 2 പേരായി. 5-6 പേരുടെ പ്ലാൻ ഇട്ട് അവസാനം കൊഴിഞ്ഞു. അടിപൊളി. എന്നാൽ ആ സ്പിരിറ്റ് വിടാതെ വന്നതിന് കൊള്ളാം. അപ്പൊ നിങ്ങൾക്കും എന്നാ പിന്നെ വേണ്ടടാ എന്ന് തോന്നിയില്ലേ? അടിപൊളി. എന്നാൽ രാത്രി വിളിച്ച് അമ്മക്ക് 2 പേർക്കായാലും പോവാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ 2 രാവിലെ എവിടുന്നാ വരുന്നത്? ആറ്റിങ്ങൽ. എങ്ങനെയാ വന്നേ? സ്കൂട്ടിയിൽ. അവിടുന്ന് ഓടിച്ചു അല്ലേ? മഴയൊക്കെ ഉണ്ടായിരുന്നോ? മഴയില്ലായിരുന്നു. ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം ആണോ? അല്ല അല്ല അല്ല. വന്നിട്ടുണ്ടോ നേരത്തെ? എത്ര വർഷം വന്നിട്ടുണ്ട്? 3-4 തവണ വന്നിട്ടുണ്ട്. 3-4 തവണ വന്നിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാം. ഏതിലൊക്കെ പോയി? എല്ലാ റൈഡിലും കയറി. എല്ലാ റൈഡിലും കയറി അല്ലേ? നേരത്തെ വന്നത് എപ്പോഴാ? നേരത്തെ ആദ്യം വന്ന 10ൽ പഠിച്ചപ്പോ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ? പുതിയ റൈഡ് ഉണ്ടോ? പഴയ തന്നെ. പഴയ റൈഡ്സ്. ഏതാ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം?
ഉള്ളത് മുകളിലത്തെ ആ ഗുഹയ്ക്കകത്തുള്ള റൈഡ് ഉണ്ടല്ലോ. ഗുഹക്കകത്തുള്ള റൈഡ് അല്ലേ? ഓക്കെ. അവൻ ആദ്യം പേടിയായിരുന്നു, പിന്നെ അവൻ എല്ലാ 2-3 തവണ കയറി. ആദ്യം പേടിച്ചോയാ? ഇവൻ കയറിയ പോലെ കണ്ടിട്ടൊരു ചെറിയൊരു പേടിയാണ്. കണ്ടിട്ടൊരു വീണ്ടും കയറി. ഇപ്പൊ പേടി മാറി, എന്നാലും ഒരു ചെറിയ പേടി എവിടെയോ ഉണ്ട്. ഇല്ല. ഓക്കെ. അപ്പോൾ ഓക്കെ, ഒരു കൊച്ചു ക്വസ്റ്റ്യൻ. കസേരയുള്ള ഒരു മാൻ, കസേരയുള്ള മാൻ, കസേര സ്വന്തമായുള്ള മാൻ. കസ്തൂരിമാന്റെ കസേര ഉണ്ടോ? ഒന്നുകൂടെ ആലോചിച്ചോക്കെ. സാധനത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഏത് സാധനം? നല്ല കസേരയുള്ള മാൻ. അതേത് മാൻ? ആലോചിക്കൂ, ചിന്തിക്കൂ, തല വറക്കട്ടെ വറക്കട്ടെ വറക്കട്ടെ. ക്ലൂ വേണോ? ഓ, എന്തൊരു സുഖം, ക്ലൂ വേണം. കസേരയുടെ ഇംഗ്ലീഷ് എന്താ? ഇനി പറ. ചെയർമാൻ. ചെയർമാൻ. ഗിഫ്റ്റ് വേണോ? ഗിഫ്റ്റ് തരാം. തന്നാ മേടിക്കാം, ഭയങ്കര എളിമയാണ്. തന്നാ മേടിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഹാപ്പി ലാൻഡിൻ്റെ ടീഷർട്ടാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ശരി, ബൈ, താങ്ക് യു. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡിൽ വരിക, സന്തോഷമായിട്ടിരിക്കുക. ഇനിയും കുറേ വിശേഷങ്ങളുമായി സുകന്യ ജയറാം സൈനിങ് ഓഫ് ഫോർ നൗ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നേരുന്നു നല്ല ദിനങ്ങൾ. ഫോക്കസ് presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Nila Catters. Sponsored by Red Chillies Catering. Co-powered by St. Mary's Group of Institutions. Co-presents വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ റാഫേൽ സിൽവർ വിങ്സ്.